തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കുമായുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലമെന്ന് വിളിക്കുന്നത്. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമായാണ് അറിയപ്പെടുന്നത്. കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി പകുത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. പാമ്പൻ പാലത്തിൻ്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സുവർണ കാലത്തോളം തന്നെ പഴക്കമുണ്ട്. പാക് കടലിടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ്. രാമേശ്വരത്തിൻ്റെ ഏറ്റവും കിഴക്കുഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി. ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് കടലിലൂടെ 16 കിലോമീറ്റർ ദൂരമേയുള്ളൂ. സീതയെ അപഹരിച്ചു കടന്ന രാവണനെ പിടിക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് പോയത് ഇതുവഴിയാണെന്ന് രാമായണം. ചരക്കുകളും മറ്റും ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിയിലെത്തിക്കാൻ ഏക തടസ്സം പാക് കടലിടുക്കായിരുന്നു. 1914 ഫെബ്രുവരി 24 പാലം നിർമ്മാണം പൂർത്തിയായി. സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി MD ആയ നെവിലെ പ്രിസ്ലി ആയിരുന്നു ഉദ്ഘാടകൻ. വൈറ്റ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു പ്രൊജക്ടർ ഓഫീസർ. കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിയിരുന്നതിനാൽ നടുഭാഗം കപ്പൽ ചാലിൻ്റെ വീതിയിൽ ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തത്. അന്നത്തെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു ഈ ലിഫ്റ്റ്. ലണ്ടനിൽ നിർമ്മിച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി. പാലം പണിയും മുൻപ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ ധനുഷ്കോടി വരെയാക്കി. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് നടത്തി. അവിടെ നിന്ന് കൊളംബോയിലേക്ക് വേറെ ട്രെയിൻ. കോയമ്പത്തൂരിൽ നിന്നും കോട്ടയത്തു നിന്നുമെല്ലാം ഒറ്റ ടിക്കറ്റിന് കൊളംബോ വരെ എത്താമായിരുന്നു. 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ധനുഷ്കോടിക്ക് ഒരു ആധുനിക നഗരത്തിൻ്റെ എല്ലാ കെട്ടുമട്ടും ഉണ്ടായിരുന്നു അന്ന്. 1964 ഡിസംബർ 22 രാത്രിയിലുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു. ധനുഷ്കോടിയിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു ട്രെയിൻ ഒന്നാകെ കടലിലേക്ക് ഒലിച്ചുപോയി. ആരും രക്ഷപ്പെട്ടില്ല. ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായി നശിച്ചു. പാമ്പൻ പാലത്തിനു കാര്യമായി കേടുപറ്റി. പാലത്തിൻ്റെ നടുവിലെ ലിഫ്റ്റ് ചുഴലിക്കാറ്റിൽ തകർന്നില്ല. ഈ ഭാഗം നിലനിർത്തി പിന്നീട് പുതുക്കി പണിതതാണ് ഇപ്പോഴുള്ള പാലം. ദുർഘടമായ കൊങ്കൺ പാതയും ഡൽഹി മെട്രോയും പണിയാൻ നേതൃത്വം വഹിച്ച ശ്രീധരനാണ് പാമ്പൻ പാലവും പുതുക്കി പണിയാൻ നേതൃത്വം വഹിച്ചത്. ദുരന്തത്തിനു ശേഷം ധനുഷ്കോടിയിൽ ആളൊഴിഞ്ഞു. തകർന്ന കെട്ടിടങ്ങൾ മാത്രമാണ് അവിടെ ഇപ്പോഴുള്ളത്. തീവണ്ടികൾ രാമേശ്വരം വരെ പോകൂ. പുതിയ ഒരു ബ്രോഡ്ഗേജ് പാലം നിർമ്മിക്കണമെങ്കിൽ 800 കോടി രൂപ ചെലവ് വേണ്ടി വരുമെന്നതിനാൽ പാമ്പൻ പാലം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പാലം പുതുക്കി പണിതു. ബ്രോഡ്ഗേജ് ആക്കാൻ IIT വിദഗ്ധരുടെ സഹായത്തിൽ കഴിഞ്ഞു. 2007 പാമ്പൻ പാലം ബ്രോഡ്ഗേജായി മാറി. 24 കോടി രൂപയായിരുന്നു ചിലവ്. 2009 ചരക്കു തീവണ്ടികൾക്ക് പോകാൻ കഴിയും വിധം ശക്തിപ്പെടുത്തി. ഇന്ന് പാമ്പൻ പാലത്തിന് 2057 മീറ്റർ നീളമുണ്ട്. 145 തൂണുകൾ, 40 അടി വീതിയുള്ള ഉരുക്കു ഗർഡർ. ഇത് ഇന്ത്യയിലെ ആദ്യ കാൻഡിലിവർ പാലം. ഇരുവശത്തേക്കും കത്രിക പോലെ മടക്കുകയോ വിടർത്തുകയോ ചെയ്യാവുന്ന മടക്കു കത്രിക പാലം. പാക് കടലിടുക്കിലൂടെ കപ്പലുകൾ വരുമ്പോൾ പാമ്പൻ റെയിൽ പാലം പൂട്ടഴിച്ച് ഗേറ്റ് തുറക്കുന്നത് പോലെ ഇരുവശങ്ങളിലേക്കും ഉയരും. അടിയിലൂടെ കപ്പലുകൾ പോകും. പോയി കഴിഞ്ഞാൽ താഴ്ത്തി വീണ്ടും ചേർത്ത് വെച്ച് ട്രെയിനുകൾ കടന്നുപോകുന്നു.